ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 2011 പുറത്തിറങ്ങിയ ഷെയിം എന്ന ചിത്രമാണിത്. കേരി മുള്ളിഗൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. ബ്രാൻഡൻ എന്നു പേരുള്ള ഒരു കളിവീരൻ്റെ കഥ പറയുന്ന ചിത്രമാണിത്. ബ്രാൻഡന് കളിയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു അടിപൊളി പെണ്ണിനെ വളയ്ക്കുന്ന ബ്രാൻഡനെയാണ് കാണിക്കുന്നത്. ബ്രാൻഡൻ്റെ ആ വളയ്ക്കലിൽ വീഴാത്ത പെണ്ണുങ്ങളാരും അന്ന് ആ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ നല്ല രീതിയിൽ പരിപാടികളുമായി ബ്രാൻഡൻ നല്ല രീതിയിൽ കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തൻ്റെ സഹോദരിയായ സിസി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുവാനായി വരുന്നു. അപാര സുന്ദരിയായിരുന്നു സിസി. അവളുടെ വരവ് അവൻ്റെ ദിനചര്യ തെറ്റിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ഒറ്റ സഹോദരി ആയതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയുവാൻ അവന് സാധിച്ചതുമില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് ബ്രാൻഡൻ പോകുന്നു. ഒരു കളിവീരൻ്റെ അടുക്കലോട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും തൻ്റെ ബ്ലഡ് റിലേഷനിൽ ഉള്ള ഒരു പെൺകുട്ടി വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ചിത്രം തുറന്നു കാട്ടുന്നത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല, നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല അടിപൊളി പെണ്ണുങ്ങളും ബ്രാൻഡനുമായി നടത്തുന്ന പരിപാടികൾ പൂർണ്ണ പ്രദർശനത്തോടുകൂടി യാതൊരു മറയുമില്ലാതെ തന്നെ അവർ ഈ ചിത്രത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കേണ്ട രംഗങ്ങളാണിത്. ഇത്തരം കാഴ്ചകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഈ ചിത്രം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന് തീർച്ച. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട സീൻ, സിസി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിവീരനായ ബ്രാൻഡൻ അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ്. സിസിയുടെ പൂർണ്ണ പ്രദർശനം തന്നെ നമുക്ക് ഈ സീനിലൂടെ കാണുവാൻ സാധിക്കും. മറ്റൊരു സീൻ ഫ്ലാറ്റിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഫ്ലാറ്റിൻ്റെ താഴത്ത് നടക്കുന്നവർക്കെല്ലാം കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി തരത്തിലാണ് അവർ ആ രംഗം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു കാഴ്ച വിരുന്ന് ഈ ചിത്രം ഒരുക്കുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ നോർമൽ എന്ന ഹോളിവുഡ് പടത്തിനെയാണ്. കോരി ആനിമോസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. കാതറിൻ എന്നൊരു കഥാപാത്രത്തിനെയാണ് കാരി അവതരിപ്പിക്കുന്നത്. കാതറിൻ്റെ മകൻ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആ വിഷാദത്തിലിരിക്കുന്ന കാതറിൻ തൻ്റെ സ്റ്റെപ്സണുമായി ബന്ധപ്പെടുന്നു. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സുന്ദരിയായൊരു നടിയാണ് കാരി. അവൾ അവളുടെ മാസ്മരിക പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നു. കാതറിൻ്റെ നഗ്നത അവളുടെ സ്റ്റെപ്സണായ ജോർദി കാണുവാനിടയാകുന്നു. അവൻ അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന കാതറിൻ അവിടെ കിടന്ന ടവൽ ഉപയോഗിച്ച് തൻ്റെ നഗ്നത മറയ്ക്കുന്നു. കാതറിൻ്റെ നഗ്നത കണ്ട് മൂടി കയറിയ ജോർദി അവളെ വിടുവാൻ കൂട്ടാക്കിയില്ല. അവൻ അവളെ കയറി പിടിച്ച് ബലമായി പരിപാടി പാസാക്കി. ഈ സമയം കാതറിൻ്റെ ഭർത്താവായ ഡെയിൽ അങ്ങോട്ട് കടന്നു വരുന്നു. നഗ്നയായി കണ്ട കാതറിനെ
ഡേലും എടുത്തു പണിയുന്നു. ഇതെല്ലാം കണ്ട് ജോർദി കബോർഡിൽ പാത്തിരിക്കുന്നു. കളിക്ക് മാത്രമല്ല കുറച്ച് കഥയ്ക്കും ഈ പടം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെൻറ്റിമെൻ്റലായി തുടങ്ങുന്ന പടം പിന്നീട് കളിയിലേക്ക് മാറുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 2002 പുറത്തിറങ്ങിയ കില്ലിംഗ് മീ സോഫ്റ്റ്ലി എന്ന ചിത്രമാണിത്. ഹീദർ ഗ്രഹാം കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. നടിയുടെ പൂർണ്ണ പ്രദർശനം തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട്. ഒരു അടിപൊളി മാരക ലുക്കിലാണ് ഹീദർ ഗ്രഹാം ഈ ചിത്രത്തിൽ വരുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് ലുക്ക്. ആ ലുക്കിൽ വീഴാത്ത ആരും തന്നെ ഈ കൂട്ടത്തിലുണ്ടാവുകയില്ല. പിന്നെ ഒരു മറയുമില്ലാതെ അവളുടെ പൂർണ്ണ പ്രദർശനം കൂടിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, അത്തരം അടിപൊളി കാഴ്ചകളാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ആലീസ് എന്നൊരു സുന്ദരിയുടെ കഥാപാത്രത്തിനെയാണ് ഹീദർ ഗ്രഹാം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ലണ്ടനിലെ ഒരു വെബ്സൈറ്റ് ഡിസൈനറായിരുന്നു ആലീസ്. വളരെയധികം സന്തോഷപൂർവമായിരുന്നു അവളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ അവൾ ഒരു സുന്ദരനായ ഒരു പയ്യനെ കണ്ടുമുട്ടുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ ഈ രംഗത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കഴുത്തിൽ ഷാള് കെട്ടിയിട്ട് അവർ നടത്തുന്ന ചില പരിപാടികളാണ്. ആ രംഗത്തിൽ യാതൊരു മറയുമില്ലാതെ തന്നെ അവർ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അടുത്ത ഒരു അഡാർ ഐറ്റം പറയേണ്ടത് മല കയറാൻ പോകുമ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന ചില പരിപാടികളാണ്. ആ രംഗത്തിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല നിരവധി രംഗങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയെല്ലാം നടന്നതിന് ശേഷമാണ് അവൾ അറിയുന്നത് ആ പയ്യൻ പ്രശസ്തനായ മലകയറ്റക്കാരനായ ആദം ആണെന്ന്. അങ്ങനെ അവർക്കിടയിൽ പ്രണയം പൂവിടുകയും നല്ല രീതിയിൽ തന്നെ പരിപാടികളും നടന്നു പോന്നു. അവരുടെ ആ ജീവിതത്തിലോട്ട് ഡിബോറ എന്നു പേരുള്ള ഒരാൾ കടന്നു വരുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം തുറന്നു കാട്ടുന്നത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം അടാറ് പൊളിക്കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. ഈ ചിത്രം കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഹീദർ ഗ്രഹാമിൻ്റെ ആരാധകൻ ആയി മാറുമെന്ന് തീർച്ച. ഒരു മിസ്റ്ററി റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒട്ടനവധി രംഗങ്ങൾ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ ചിത്രം മിസ് ചെയ്താലും ഈ ചിത്രം ഉറപ്പായും മിസ് ചെയ്യാതെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി നെതർലാൻഡിയൻ ചിത്രത്തിനെയാണ്. 2010 പുറത്തിറങ്ങിയ ലല്ലെ ബെല്ലെ എന്ന ചിത്രമാണത്. അന്ന റാൾസ്വർഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ബെല്ലെ എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ബെല്ലയുടെ മാത്രമല്ല ഈസിസ് കബാലറ്റിൻ്റെയും നിരവധി ആവേശകരമായ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ടേബിളിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിസുന്ദരിയാണ് ബെല്ലെ. 19 വയസ്സുകാരിയായ ബെല്ലെ എന്ന ആ പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. അവൾക്ക് വയലിൻ വായിക്കുവാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ സംഗീതം നിറഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് ജെസ്സി എന്നു പേരുള്ള ഒരാൾ കടന്നു വരുന്നു. പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം തുറന്നു പറയുന്നത്.
ഈ ചിത്രത്തിനും നല്ലൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുവാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രവും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്രയും പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് 1992 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ആൾ ലേഡീസ് ഡു ഇറ്റ് ആണ്. ക്ലൗഡിയ കോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്ന പ്രദർശനമുണ്ട്. ഈ സിനിമ ആദ്യത്തേനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കത്തുള്ളൂ. ആദ്യത്തെ സിനിമയെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്ന പ്രദർശനമുണ്ട്. അതീവ സുന്ദരിയായ നടിയാണ് ക്ലൗഡിയ കോൾ. ഈ നടിയുടെ ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ മറ്റുള്ളവരുമായുള്ള ചില സെക്ഷുവൽ എക്സ്പ്ലോറേഷനാണ് ഈ സിനിമ പറയുന്നത്. ടിൻഡോ ബ്രാസ് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ പോക്കുകിടപ്പ് എങ്ങനെയാണെന്ന്. മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, കാലിക്കുല. ആ സിനിമയിലെ ഡയറക്ടറായ ടിൻഡോ ബ്രാസ് ആണിത്. ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ചേർത്തിട്ടുള്ള പടം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.